അപ്പം നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ? നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ക്രിസ്തുവിനെ കൊടുക്കാൻ, യേശുവിനെ പകർന്നു കൊടുക്കാൻ നമുക്കൊരു ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞങ്ങളൊക്കെ അറിയുന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി ക്രിസ്തുവിനെ കൊടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. മറ്റാരും കൊടുക്കാൻ ശ്രമിക്കാത്ത ഒരു പ്രധാനപ്പെട്ട മേഖലയിലാണ് അമ്മച്ചി ക്രിസ്തുവിനെ കൊടുക്കുന്നത്. സാധാരണ ക്യാമ്പിനൊക്കെ വരുമ്പോൾ അമ്മച്ചി ചിലരെ കൊണ്ടുവരും, ഇങ്ങനെ വചനത്തിന് വേണ്ടി ക്രിസ്തുവിനെ കൊണ്ടുവരും കൊടുക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ചോദിക്കും, ഈ വ്യക്തിനെ എവിടെന്നാ കണ്ട് പരിചയപ്പെട്ടെ? അപ്പം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്കമാലിയിൽ നിന്ന് ഞങ്ങൾ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ ചോദിക്കും, ഈ വ്യക്തിനെ എവിടെ വെച്ചിട്ടാണ് പരിചയപ്പെട്ടെ? ആദ്യമായിട്ട് ഈ വ്യക്തിയെ കണ്ട എവിടെ വെച്ചാ? അപ്പം ഞാൻ അത്ഭുതകരമായ ഒരു സംഭവം അമ്മച്ചി പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു ദിവസം കേട്ടു. സംഭവം ഇതാണ്. ഞങ്ങളുടെ അവിടെ ഒരു ദേവാലയമുണ്ട്, യൂദാസ്ലീഹായുടെ നൊവേനയുള്ളൊരു ദേവാലയം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ നൊവേനയുള്ള ദേവാലയത്തിൽ ഒരു സ്ത്രീ വന്ന്, അമ്മച്ചി അവിടെ കുർബാനയ്ക്ക് പോയതാണ്. അപ്പോൾ കുർബാന കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, കുർബാന കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് നൊവേന. അപ്പോൾ ഞങ്ങളൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാനിങ്ങോട്ട് ഇറങ്ങിപ്പോരും താഴോട്ട് പുറത്തോട്ട്. അപ്പോഴായിരിക്കും കുറേ ആളുകൾ ഫോണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ഫോണൊക്കെ കട്ട് ചെയ്ത് നൊവേനയ്ക്ക് പോകുന്നത്. കാരണം അവർക്ക് എന്താ ആവശ്യം? ചില കാര്യങ്ങൾ നടക്കാനുള്ള ഒരു തരം പ്രത്യേക പ്രാർത്ഥനയാണ് നൊവേന. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ. നമുക്കങ്ങനെയുള്ളൂ. ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പ്രത്യേകപ്പെട്ട ആളുകളെ നിയോഗിച്ച് വെച്ചിരിക്കുക. ഇങ്ങനൊരു ചിന്തയാണ് മനുഷ്യന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചില ആളുകൾ അകത്തോട്ട് പോകും. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കുന്ന അവൻ്റെ മനോഭാവം എന്നാണെന്നറിയാമോ? ഇവൻ എന്താ ഈ ഇറങ്ങിപ്പോകുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യത്തിൽ വരുമ്പോൾ ഞാൻ എന്താ ഇറങ്ങിപ്പോകുന്നു, അവൻ അകത്തോട്ട് വരുന്നു. അതിന് മുൻപുണ്ടായിരുന്ന യേശുവിൻ്റെ ശരീരരത്നങ്ങളെ സ്വീകരിക്കാൻ അവന് താല്പര്യമില്ല. അവൻ എവിടെയായിരുന്നു? പുറത്തായിരുന്നു. അതിനെ സ്വീകരിക്കാതെ ഈ നൊവേനയ്ക്ക് മാത്രം വരുന്ന ചില ആളുകൾ. അപ്പോൾ ഈ അമ്മച്ചി ഈ പള്ളിയിൽ ഒരു കുർബാനയ്ക്ക് പോയി തിരിച്ചു വന്ന് ഇങ്ങനെ പുറത്ത് നിൽക്കുക. അപ്പോൾ അവിടെ പറയപ്പെടുന്നൊരു കാര്യം, അതായത് അത്ഭുത തിരുസ്വരൂപം. ആ തിരുസ്വരൂപത്തോട് പ്രാർത്ഥിച്ച് എന്തൊക്കെയോ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും, ചില അടയാളങ്ങൾ സംഭവിക്കും. ഇത് ചില ജനത്തിൻ്റെ മിഥ്യാധാരണയാണ്, ഇന്നത്തെ അജ്ഞതയാണ്. യഥാർത്ഥ സത്യ ദൈവത്തെ അറിയാത്ത അജ്ഞതയാണ് ഈ മേഖല. അപ്പോൾ ഇതിനെ കെട്ടിപ്പിടിച്ചൊരു അമ്മച്ചി കരയുക, ഭയങ്കരമായിട്ട് വിലപിക്കുന്നു. ഒത്തിരി കണ്ണുനീര് ഈ അമ്മച്ചിയുടെ കണ്ണുനീരിന്ന് വരുന്നു. ഇതിനെ, ഈ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം ഞങ്ങളുടെ ഈ പറയുന്ന അമ്മച്ചിക്ക് ഒരു കൗതുകം തോന്നി. അമ്മച്ചി കുറച്ചു നേരം നോക്കിയിരുന്നു ഈ കാഴ്ച. അതിനുശേഷം അമ്മച്ചി വെയിറ്റ് ചെയ്തു. ഈ വ്യക്തിയുടെ കുറേ നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ വ്യക്തി ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നു. അമ്മച്ചി പതിയെ ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നു. ഈ വ്യക്തി ബസ്സിൽ കയറി ഈ ചേച്ചി ഇരുന്ന സ്ഥലത്തേക്ക് ഈ അമ്മച്ചി പതിയെ നടന്ന് ഈ സീറ്റിൽ വന്നിരുന്നു. സ്വാഭാവികമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയാണല്ലേ. അമ്മച്ചി ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്ത് പറ്റി? എന്താ ഒരു സങ്കടം? മുഖത്തൊരു വിഷമമുണ്ടല്ലോ, എന്താ പറ്റിയേ? കാരണം അമ്മച്ചി അപ്പുറത്ത് എന്ത് കണ്ടിട്ടുണ്ട്? ഈ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുക, എന്ത് പറ്റി? എന്താ വിഷമം? എന്തോ ഒരു വിഷമമുണ്ടല്ലോ, എന്ത് പറ്റി? അപ്പോൾ സ്വാഭാവികമായി ആ വ്യക്തിയുടെ വിഷമം അമ്മച്ചിയോട് പങ്കുവച്ചു. അപ്പം അമ്മച്ചി പറഞ്ഞു, ഞാൻ പോകുന്നൊരു ധ്യാന കേന്ദ്രമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി മാറ്റാൻ ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യേശുവിനെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം മാറും. ഈ പ്രശ്നം മാറാനായിട്ട് ഈ ധ്യാന കേന്ദ്രത്തിലേക്കൊന്ന് വരാൻ പറ്റുമോ? കഴിയുമെങ്കിൽ ഇത് ഇന്ന ദിവസം ഒരു ക്യാമ്പുണ്ട്, നിങ്ങൾക്കൊന്ന് വരാൻ പറ്റുമോ? എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിവിധി ഉണ്ടാകും, ഒരു പരിഹാരം ഉണ്ടാകും. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന മേഖലയിൽ നിന്നും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കും, ഒരു വലിയ കാര്യം നടക്കും എന്ന് ഒരു പ്രത്യാശയും കൊടുത്ത് ആ ഫോൺ നമ്പർ വാങ്ങി അമ്മച്ചിയുടെ ഫോൺ നമ്പർ അങ്ങോട്ട് കൊടുത്തു. അപ്പോഴേക്കും അടുത്ത ബസ് സ്റ്റോപ്പ് എത്തി. അമ്മച്ചി ഇറങ്ങിപ്പോന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വ്യക്തി അടുത്ത ദിവസങ്ങളിൽ സംസാരിച്ചു. അങ്ങനെ ഈ വ്യക്തി ക്യാമ്പിന് വന്നു. ഈ വ്യക്തി ഒറ്റയ്ക്കല്ല, ആ വ്യക്തി കുടുംബവും അടക്കം ക്യാമ്പിന് വേണ്ടി വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും ചെയ്യുന്നൊരു പരിപാടിയാണോ? ആരെങ്കിലും ചെയ്യോ? അതായത് ക്രിസ്തുവിന് വേണ്ടി എങ്ങനെ ഒരു വ്യക്തിയെ നേടാൻ പറ്റും? ഒരു വിഷമമുള്ള ഒരാളുടെ അടുത്തേക്ക് യേശുവിനെ എങ്ങനെ പകർന്നു കൊടുക്കാൻ പറ്റും? എങ്ങനെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും? അമ്മച്ചിക്ക് ഒരുപാട് വചനമൊന്നും അറിയത്തില്ല, ഒത്തിരി സുവിശേഷമൊന്നും അറിയത്തില്ല, ബൈബിളിന് ഒരുപാട് കാര്യങ്ങൾ, വലിയ തിയോളജിക്കൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഇതിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തിയിട്ടില്ല. അമ്മച്ചി കൺഫ്യൂഷനാ, ഇതിപ്പോൾ ആരാ, ഏതാ, പത്രോസ് ആരാ, പൗലോസ് ആരാന്ന് കാര്യമായിട്ട് അറിയത്തില്ല. ഇതൊക്കെ യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയാം. ഇനി ഇതിനകത്ത് ആരാണ് യേശുവിൻ്റെ ശിഷ്യൻ, പത്രോസാണോ പൗലോസാണോ നേരിട്ടുള്ള ശിഷ്യൻ എന്ന് ചോദിച്ചാൽ അമ്മച്ചി ചിലപ്പോൾ ഒന്ന് പതറും. പേര് പറയാൻ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ, എന്നാലും പറയും പത്രോസാണെന്ന് പറയുമായിരിക്കാം. അല്ലാതെ 12 ശിഷ്യന്മാരുടെ പേരൊന്നും ചോദിച്ചാൽ അമ്മച്ചിക്ക് അറിയത്തില്ല. പക്ഷേ അറിയാവുന്ന കാര്യം, താൻ അനുഭവിച്ച ദൈവത്തെ, താൻ കണ്ട ദൈവത്തെ, തന്നെ സ്നേഹിച്ച, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ പ്രതിസന്ധിയെ മാറ്റിയ ദൈവത്തെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ അമ്മച്ചി ചെയ്യുന്ന ചില പ്രവർത്തികൾ. ഇങ്ങനെ പല വ്യക്തികൾ പലരെ ഇങ്ങനെ കൊണ്ടുവന്നത് ഞങ്ങൾക്കറിയാം. നമ്മൾ എങ്ങനെയായിരിക്കണം, ഈ ക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്?
പുറപ്പാട് പുസ്തകം അതിന്റെ 3-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ, മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കണേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശുവിനെ കൊടുക്കാൻ ഞാൻ യോഗ്യതയുണ്ടോ, എനിക്കതിനുള്ള അറിവുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മച്ചിക്ക് പത്രോസും പൗലോസും ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിയത്തില്ല. അല്ലെങ്കിൽ സ്തെഫാനോസും സെബസ്ത്യാനോസും ഇനി ഒരാളാണെന്ന് ചോദിച്ചാൽ ഒരാളാണെന്ന് വിചാരിച്ചിരുന്നത് കുറേ കാലം. ഞങ്ങളോട് അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്. അതായത് സ്തെഫാനോസും സെബസ്ത്യാനോസും, നിങ്ങൾക്ക് ആളെ മനസ്സിലായല്ലോ അല്ലേ? രണ്ടാളാ. ഒന്ന് ആദിമ ശിഷ്യന്മാരിലുള്ളൊരു വ്യക്തി, ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് പോയ സ്തെഫാനോസ്. മറ്റേ വ്യക്തി ആരാ? സെബസ്ത്യാനോസ് പുണ്യാളൻ. നമുക്ക് ഈ 50 പെരുന്നാളൊക്കെ ഉണ്ടല്ലോ, ആ ഒരാൾ. ഇത് രണ്ടും ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അമ്മച്ചി കുറേ കാലം. ഈ ഇടക്കാലത്താണ് അത് അങ്ങനെയല്ല അമ്മച്ചി എന്ന് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. അമ്മച്ചി രണ്ടൊരാളാണെന്ന് വിചാരിച്ചിരുന്നത്, ഇത് ബൈബിളിലുള്ള ആളാണെന്ന് വിചാരിച്ചിരുന്നിട്ടാണ് അമ്മച്ചി മുന്നോട്ട് പോയത്. സ്തെഫാനോസ് യഥാർത്ഥത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമായിരുന്നു. സെബസ്ത്യാനോസ് പുണ്യാളൻ അമ്പേറ്റ് മരിക്കുകയായിരുന്നു. പക്ഷെ ഇതൊന്നും അമ്മച്ചിക്ക് ബാധകമല്ല, ഇത് രണ്ടും ഒരാളാണെന്ന് ചിന്തിച്ചിരുന്നത്. അതായത് ബൈബിൾ തിയോളജി ഒന്നും കാര്യമായിട്ട് അറിയത്തില്ല. ബൈബിളിൽ ഒരാളെ ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ട് ബോധ്യമില്ലാത്ത അമ്മച്ചിയായിരുന്നു. പക്ഷെ ക്രിസ്തുവിന് വേണ്ടി നേടുന്ന കാര്യത്തിൽ അമ്മച്ചി ഈ തിയോളജി പഠിച്ചവരെക്കാൾ മുകളിലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മുടെ അറിവാണോ ഇതിൻ്റെ മാനദണ്ഡം? നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയാണോ മാനദണ്ഡം? അല്ല. ചെയ്യാനുള്ള നിന്റെ ഉള്ളിലുള്ള തോന്നലിനെ, ചില അതിർവരമ്പുകളെ പൊട്ടിച്ച് അതിനെ പുറത്തോട്ട് വിടുന്നതാണ് യഥാർത്ഥ ക്രിസ്തുവിന് വേണ്ടി ചില ഫലങ്ങൾ നേടാനുള്ളൊരു കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മോശ ഇവിടെ ചോദിക്കുകയാണ്. മോശയോട് കർത്താവ് പറഞ്ഞു, മോശ നീ എന്ത് ചെയ്യണം? നമുക്ക് ആ കഥ അറിയാവുന്ന, ആ സംഭവം അറിയാവുന്ന കാര്യമാണ് അല്ലേ? മലമുകളിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ ദൈവം മോശയ്ക്ക് മുൻപിൽ വെളിപ്പെട്ടു. മോശയോട് പറഞ്ഞു, മോശ നീ എന്ത് ചെയ്യണം? നീ നിന്റെ ജനത്തെ വിടുവിക്കുവാൻ നീ ഫറവോയുടെ അടുത്ത് പോകണം. നീ പോയി തൻ്റെ ജനത്തെ വിടുവിച്ച് കൊണ്ടുവരണമെന്ന് മോശയുടെ മുൻപിൽ പറഞ്ഞപ്പോൾ മോശ കർത്താവിനോട് ചോദിക്കുകയാണ്, അങ്ങനെ പോകാൻ ഞാൻ ആരാണ്? എൻ്റെ കഴിവെന്താ? എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ? എൻ്റെ ഡിഗ്രി എന്താ? എനിക്ക് എത്ര PhD ഉണ്ട്? ഞാൻ തിയോളജി പഠിച്ചിട്ടില്ലല്ലോ. എനിക്ക് കൃപയുണ്ടോ? എനിക്ക് കഴിവുണ്ടോ? വല്ല അത്ഭുതം ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇതൊന്നുമില്ല. പിന്നെ ഞാൻ പോയിട്ട് എന്ത് കാണിക്കാനാ? ഞാൻ പോയിട്ട് എന്തും മല മറയ്ക്കാനാ കർത്താവേ? ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ എങ്ങാനും അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം. കുഴപ്പമില്ല. പണ്ട് രാജകൊട്ടാരത്തിലൊക്കെ ആയിരുന്നു. ഇപ്പം 2 ആടിനെയൊക്കെ മേയിച്ച് വലിയ കുഴപ്പമില്ലാതെ ഭാര്യയും കുഞ്ഞൊക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത്. ഞാനില്ല. ഞാൻ ആരാ? അല്ല, ആ ചോദ്യമല്ലേ മോശ ചോദിക്കുന്നത് കർത്താവിൻ്റെ അടുത്ത്? അതൊന്നുകൂടി വായിച്ച മോനെ. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ്? എനിക്ക് എന്ത് യോഗ്യതയുള്ളേ? ഈ ഫറവോയുടെ അടുത്ത് പോകാനുള്ള യോഗ്യത എനിക്കില്ല. പിന്നെ ഞാൻ എന്തിനാ പോകുന്നത്? എനിക്കിത് പറ്റത്തില്ല, ഞാൻ ചെയ്യത്തില്ല എന്ന തലത്തിൽ മോശ എന്ത് ചെയ്യുക? പല പ്രാവശ്യം ദൈവത്തിന്റെ മുൻപിൽ ചില വാക്കുകൾ പറഞ്ഞ് തൻ്റെ യോഗ്യതയെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോശയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, മോശ ഈ 80-ാം വയസ്സിലാണോ ഇസ്രായേൽ ജനത്തെ തന്നെ കൊണ്ട് വിടുവിക്കുമെന്നൊരു ചിന്ത ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമാണോ? മോശ ആദ്യമായിട്ട് ചിന്തിക്കുന്ന കാര്യമാണോ? അല്ല. മോശ അതിന് മുമ്പേ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് മോശ ഇതിനു മുൻപേ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ മോശയുടെ മുൻപിൽ ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട് നീ എന്ത് ചെയ്യണം? നീ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൻ തൻ്റെ യോഗ്യതകളുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക. ഞാൻ ആരാ? എനിക്ക് അതിനുള്ള കഴിവില്ല. എൻ്റെ പഴയ PhD പോക്കറ്റിലുള്ള സംഭവമൊക്കെ പുള്ളി നോക്കുക. ഇതൊന്നും കയ്യിലില്ലല്ലോ, ഈ പറഞ്ഞ സാധനമൊന്നും കയ്യിലില്ലല്ലോ എന്നൊരു നോട്ടം നോക്കി ദൈവത്തിൻ്റെ മുൻപിൽ ചില മേഖലകൾ സമർപ്പിച്ച് അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുക കർത്താവിൻ്റെ മുമ്പിൽ. പുറപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 11 മുതൽ 13 വരെ വാക്യം. പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തൻ്റെ സഹോദരരെ സന്ദർശിക്കുവാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു. ഈ പ്രായപൂർത്തി എന്ന് പറയുന്നത് മോശ ഫറവോയുടെ ഭവനത്തിൽ വസിക്കുകയും 40 വയസ്സാകുകയും ചെയ്തപ്പോഴാണ് മോശ എന്ത് ചെയ്യുന്നത്? മോശ നേരെ തൻ്റെ സഹോദരങ്ങളൊന്ന് കാണാൻ ഇറങ്ങിയത്. തൻ്റെ സഹോദരങ്ങൾ ആരുടെ കീഴിലാണ്? ഈ പറയുന്ന മോശ വസിക്കുന്ന അതേ കൊട്ടാരത്തിൽ അതേ ഫറവോയുടെ അണ്ടറിലാണ് ഈ പാവങ്ങൾ കഴിയുന്നത്. അപ്പൊ സ്വന്തം സഹോദരങ്ങളെ കാണാനുള്ളൊരു ബോധ്യം ലഭിച്ച് മോശ എന്ത് ചെയ്തു? അവരുടെ അടുത്തോട്ട് ചെന്നു. അവരിൽ ഒരുവൻ, ഒരു ഈജിപ്തുകാരൻ തൻ്റെ സഹോദരങ്ങളെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ മോശ ഇറങ്ങി പ്രവർത്തിക്കാനും തുടങ്ങി. മോശ എന്ത് ചെയ്തു? അവനെ അടിച്ചു കൊന്ന് തൻ്റെ സഹോദരങ്ങളെ വിടുവിക്കാമെന്നൊരു ചിന്ത മോശയ്ക്കുണ്ടായിരുന്നു. താഴോട്ട് വചനം വായിച്ചു. അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു.
അടുത്ത ദിവസം അവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ 2 ഹെബ്രായർ തമ്മിൽ ശണ്ട കൂടുന്നത് കണ്ടു. തെറ്റ് ചെയ്തവനോട് അവൻ ചോദിച്ചു, നീ എന്തിനാണ് കൂട്ടുകാരനെ ശ്രദ്ധിച്ചേ? അതായത് നല്ല ആരോഗ്യവും നല്ല ബലവും ഒക്കെ ഉള്ള 40-ാം വയസ്സിൽ മോശ തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, അല്ലേ? തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇതേ മോശ ഒരുവനെ അടിച്ചു കൊന്നു. തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി അത് ചെയ്തത്, അവനെ മറവ് ചെയ്തു. വീണ്ടും പിറ്റേ ദിവസം 2 ഇസ്രായേൽക്കാർ തമ്മിൽ തല്ലുകൂടുന്ന കണ്ടപ്പോൾ അവർക്ക് മധ്യസ്ഥം വഹിക്കാൻ ചെല്ലുക. അവരുടെ മധ്യം നിന്ന് നിങ്ങളിങ്ങനെ ശണ്ട കൂടരുത്, നമ്മൾ സഹോദരങ്ങളാണല്ലോ, നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്ന് പറയാനായിട്ട് അവർക്ക് മധ്യസ്ഥം വഹിക്കാനായിട്ട് ആര് ചെല്ലുകയാണ്? മോശ ചെല്ലുകയാണ്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പറയുന്നൊരു മറുപടി ഉണ്ട്. അവർ തിരിച്ചു പറയുന്ന മറുപടി, നീ എന്തിനാണ് കൂട്ടുകാരനെ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ 14-ാം വാക്യം, 2:14 ഒന്ന് വായിച്ച്. അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത്? ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അവന്മാര് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു, എന്റെ പൊന്നളിയ, നീ ആരാ ഞങ്ങളുടെ ഇടയിൽ നിൽക്കാൻ? നീ ഏതാ? നിന്നെ ആര് അധികാരപ്പെടുത്തിയേ? നിനക്ക് എവിടെ നീ അധികാരം കിട്ടിയേ? നീ ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത് പറയാൻ നീ ആരാ? ഞങ്ങളുടെ മേലാധികാരിയെ നിന്നെ നിയമിച്ചിട്ടുണ്ടോ? നീ എൻ്റെ മുകളിലാണോ ഇരിക്കുന്നത്? ഞങ്ങളുടെ മേലാധികാരിയാണോ നീ? അല്ലല്ലോ. പിന്നെ എന്തിനാ നീ എന്ത് ചെയ്യുന്നേ? ഈ ചോദ്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിലേക്ക് നീ കടന്നു വരുന്നേ എന്നൊരു ചോദ്യം ആരുടെ മുമ്പിൽ വന്നു? മോശയുടെ മുമ്പിലേക്ക് വന്നു. സ്വാഭാവികമായും മോശയ്ക്ക് എന്ത് സംഭവിക്കും? ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാകും, അല്ലേ? സ്വാഭാവികമായും ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാകും. മോശ 40-ാം വയസ്സിൽ, നമ്മൾ അപ്പസ്തോല പ്രവൃത്തി ഇതിന് കുറച്ചുകൂടി കൃത്യമായിട്ട് സ്തെഫാനോസ് ഈ കാര്യം പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തി അതിന്റെ 7:25 വരുമ്പോൾ മോശയുടെ ഉള്ളിലെ, അവന്റെ മനസ്സിലെ ചിന്ത എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അപ്പസ്തോലൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാം. അപ്പസ്തോല പ്രവൃത്തി 7:25. ദൈവം അവരെ താൻ മുഖാന്തരം മോചിപ്പിക്കുമെന്ന് സഹോദരർ മനസ്സിലാക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. അതായത് മോശയുടെ ഉള്ളിലെ ചിന്ത എന്തായിരുന്നു? മോശ എന്തിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങൾക്ക് വേണ്ടി ഇറങ്ങിച്ചെന്നത്? സഹോദരങ്ങളിൽ ഒരുവനെ ഒരു ഈജിപ്തുകാരൻ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ അവനെ അടിച്ചു കൊന്നത് എന്തിനാണ്? അവരുടെ മധ്യസ്ഥം വഹിക്കാൻ മോശ ചെന്നത് എന്തിനാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആര് പറയുകയാണ്? സ്തെഫാനോസ് സാക്ഷ്യത്തിൽ പറയുകയാണ്. മോശയുടെ ഹൃദയത്തിലെ വിചാരം എന്തായിരുന്നു? അതാണ് ആ വാക്യം. ഒന്നുകൂടി വായിച്ചോ. അവരെ താൻ മുഖാന്തരം മോചിപ്പിക്കുമെന്ന് സഹോദരർ മനസ്സിലാക്കണമെന്ന് അവൻ വിചാരിച്ചത്. അതായത് മോശ മുഖാന്തരം ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിക്കുമെന്ന് ആര് വിചാരിച്ചിരുന്നു? മോശ. ഏത് പ്രായത്തിലാണ്? 40-ാം വയസ്സിൽ. 40-ാം വയസ്സിൽ മോശ എന്ത് ചെയ്തു? ഈ ചിന്ത ഉണ്ടായിരുന്നു. അവിടുന്നാണ് തിരിച്ചെവിടേക്ക് ഓടിപ്പോകുന്നത്? മിദിയാനിലേക്ക് ഓടിപ്പോകേണ്ടി വന്നത്. ആ സഹോദരനെ കൊന്നപ്പോ ഇതെല്ലാം നാട്ടിൽ പാട്ടായി, ഫറവോ എനിക്കെതിരാകുമെന്ന് മനസ്സിലാക്കിയ മോശ എന്ത് ചെയ്തു? നല്ല സുഭിക്ഷമായി കഴിഞ്ഞുകൊണ്ടിരുന്ന മോശ നേരെ തിരിച്ച് മിദിയാനിലേക്ക് ഓടിപ്പോകുന്ന അവിടെ നിന്നാണ്. പിന്നെ ഒരു 40 വർഷം അവൻ എക്സ്പീരിയൻസ് ആയി. 40 വർഷം അവൻ മരുഭൂമിയിൽ, കഷ്ടതയിൽ, ചില ദുഃഖത്തിൽ, ഇതൊക്കെ കഴിഞ്ഞു. ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. ദൈവം നേരിട്ട് അവന് വെളിപ്പെട്ടു. ദൈവം നേരിട്ട് അവനെ അപ്പോയിന്റ് ചെയ്തു. ദൈവം നേരിട്ട് അവനെ ബ്ലസ് ചെയ്തു. അവനെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ച് വിടാൻ നിൽക്കുമ്പോൾ മോശ പറയുകയാണ്, നടക്കത്തില്ല, ഞാൻ പോകത്തില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, ഞാൻ ആരാ? ഒന്ന് ആലോചിച്ച് നോക്കി. 40-ാം വയസ്സിൽ പോയവനായി പരിപാടിക്ക്. 40-ാം വയസ്സിൽ ഇറങ്ങി തിരിച്ചവനാ ക്രിസ്തുവിന് വേണ്ടി. പക്ഷെ 80-ാം വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റത്തില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല. അപ്പൊ ഈ 40 വയസ്സിൽ എന്ത് കഴിവാ പുള്ളിക്ക് ഉണ്ടായിരുന്നു ചിന്തിച്ച്? എന്നെ കൊണ്ട് അല്ലെങ്കിൽ എന്റെ കരം കൊണ്ട് തന്റെ ജനത്തെ വിടുവിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ച മോശ തന്നെ നേരെ തിരിച്ച് തകിടം പറയുന്ന ഒരു ചിന്തയാണ്. ഇതല്ലേ നമ്മുടെ ചിന്ത? സെയിം തന്നെയല്ലേ നമ്മുടെ ചിന്ത? ആണോ? അല്ലേ? ആദ്യമായിട്ട് സുവിശേഷം കേട്ട നിമിഷം, ആദ്യമായിട്ട് വചനം കേട്ട് യേശുവിനെ ആദ്യമായിട്ട് അറിഞ്ഞപ്പോ ഇന്ന് ഞാനൊരു 10 എണ്ണത്തിനെ നേടും എന്ന് വിചാരിച്ചിട്ടില്ല ഇറങ്ങി. ആണോ? അല്ലേ? നമ്മൾ വിചാരിക്കും നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും ധ്യാനത്തിന് കൊണ്ടുപോകാം, ദൈവവചനത്തിന് കൊണ്ടുവരാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കില്ല, പ്രവർത്തിക്കില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ മോശയുടെ ഈ ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഞാൻ പറഞ്ഞ ഒരു വരത്തില്ല, ഞാൻ പറഞ്ഞ ഒരു വരത്തില്ല, ഞാൻ വിളിച്ച വരത്തില്ല. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയും, നീ ഒന്ന് ശ്രമിച്ചു നോക്കുന്ന പറഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവത്തില്ല, നടക്കത്തൊന്നുമില്ലെന്ന്. പിന്നെ വെറുതെ നേരം കളയാം, എന്ത് കാര്യത്തിന്? അല്ലേ? പലരും നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഈ വാക്ക്. നമ്മൾ തന്നെ നമ്മുടെ കുടുംബക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ദൈവം അവനെ ആകർഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നീ അറിയുന്നുണ്ടോ? നമ്മളാണ് തീരുമാനം എടുക്കുന്നത്. വരത്തില്ലാന്നേ, വിളിച്ചിട്ട് കാര്യമില്ലെന്നേ, ഗുണമില്ലാന്നേ. നമ്മളല്ല തീരുമാനം എടുക്കണ്ടേ. ആരാ തീരുമാനം എടുക്കണ്ടേ? സ്വർഗമാ തീരുമാനം എടുക്കണ്ടേ. മോശയോട് പറഞ്ഞു, ഈജിപ്തിലെ ആ ജനത്തെ വിടുവിക്കുവാൻ ഞാൻ നിന്നെ കേൾപ്പിക്കുക, നിന്നെ ഏൽപ്പിക്കുക, നിന്നെ ബലപ്പെടുത്തിക്കുക, നീ പോകണം മോശേ, നീ പോകണം. മോശ പറഞ്ഞു, ഞാൻ ആരാ? എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഓക്കെ, മോശയോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്ന സാധനം എന്തുവാ?
പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും മോശയെ ശക്തിപ്പെടുന്ന കാര്യമുണ്ട്. നിന്റെ കയ്യിൽ എന്തോ ഉള്ളേ, നിന്റെ കയ്യിൽ എന്തോ ഉള്ളേ? മോശ പറഞ്ഞു, ഇതൊരു വടിയല്ലേ, ഇതൊരു വടിയല്ലേ. എന്നാൽ മോശ നീ ഒരു കാര്യം ചെയ്യും, ആ വടിയൊന്ന് നിലത്തിടുക. വടി എന്തായി? പാമ്പായിട്ട് മാറി. മോശ നീ ആ പാമ്പിന്റെ വാലെ പിടിക്കുക, അത് വീണ്ടും എന്തായി? വടിയായിട്ട് മാറി. ഇതെന്തിനാ സൂചിപ്പിക്കുന്നത്? ഇതെന്തിനാ സൂചിപ്പിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചു, 40-ാം വയസ്സിൽ ചുറുചുറുക്കോടെ ഇറങ്ങിയ മോശ 80-ാം വയസ്സ് വന്നപ്പോ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. അവന് നടക്കാൻ മറ്റൊരു ആശ്രയം വേണം. മല കയറാൻ ആരോഗ്യമില്ല. ചില പ്രതിസന്ധികൾ അവന് മുൻപിൽ വന്നു. അവന്റെ കുറവുകളെയാണ് ഈ വടി പ്രതിനിധീകരിക്കുന്നത്. മനസ്സിലായോ? അവന്റെ കുറവുകൾ, അവന്റെ കുറവിനെയാണ് മോശയ്ക്ക് ഈ വടി നിർണ്ണയിക്കുന്നത്. ആണോ അല്ലേ? നമ്മൾ ഈ 80-90 വയസ്സായ അപ്പച്ചന്മാർ വടി കുത്തിപ്പിടിക്കുന്നുണ്ട്. അവന്റെ കഴിവാണോ അത്? ആണോ? അവന്റെ ആരോഗ്യത്തെയാണോ വടി സൂചിപ്പിക്കുന്നത്? ആണോ? അവന്റെ പ്രതാപത്തെയാണ് വടി സൂചിപ്പിക്കുന്നത്? അല്ല. പണ്ടത്തെ രാജാക്കന്മാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജന്മിമാരൊക്കെ ഈ വടി സൂക്ഷിച്ചിരുന്നു, ഈ വടി കുത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതും പ്രായമാവുകയാണ്. അല്ലാണ്ട് 10-20 വയസ്സാകുമ്പോൾ ഈ ജന്മിയാണെന്ന് പറഞ്ഞ് വടി കുത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുമോ? നടക്കത്തില്ല. പ്രായമാകുമ്പോഴാണ് അവന്റെ കുറവിനെയാണ് യഥാർത്ഥത്തിൽ ആ വടി കാണിക്കുന്നത്, അല്ലേ? മോശയുടെ ഈ വടിയെ ദൈവം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? അത് നിലത്തിടണം. അതിനെ പാമ്പാക്കി മാറ്റി. ഈ പാമ്പിനൊരു സൂചകമുണ്ട് യഥാർത്ഥത്തില്. ഈജിപ്തിലെ ഫറവോയുടെ അവന്റെ ശിരസിൽ, അവന്റെ കിരീടത്തിന്റെ മുകളിൽ ഒരു ചിഹ്നമുണ്ട്. എന്തിന്റെ ചിഹ്നമാണ്? സർപ്പത്തിന്റെ ചിഹ്നം, പാമ്പിന്റെ ചിഹ്നം. അവന്റെ അധികാരത്തെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈജിപ്തിലെ സകല ദേവന്മാരെയും അല്ലെങ്കിൽ രാജാക്കന്മാരെയൊക്കെ സൂചിപ്പിക്കുന്ന ആ ആധിപത്യത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഈ പാമ്പിന്റെ ചിഹ്നം. ഇതേ ചിന്തയിൽ മോശയ്ക്ക് അറിയാം ഈ കാര്യം, ഈ പാമ്പ് എന്താണെന്നുള്ളത്. കാരണം എന്താ? ഫറവോയുടെ കീഴിൽ 40 വർഷക്കാലം അവൻ ജീവിച്ചതാണ്. അവനറിയാം ഈ പാമ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു. അതാ മോശയോട് പറഞ്ഞ, മോശേ നിന്റെ വടി, നിന്റെ കുറവിനെ നീ ഒന്ന് നിലത്തിട്ടേ, നിന്റെ കുറവുകളെ നീ ഒന്ന് നിലത്തിട്ടേ, ഞാൻ എന്താക്കി തരാം. അതിന് ഞാൻ നിന്റെ അധികാരമാക്കി, നിന്റെ അവകാശമാക്കി, നിന്റെ ശക്തിയാക്കി ഞാൻ നിന്നെ മാറ്റി തരാം. നീ ഒന്ന് വടി നിലത്തിടാൻ മോശയോട് പറഞ്ഞു. മോശ വടി നിലത്തിട്ടു. അത് പാമ്പായിട്ട് മാറി, അത് അധികാരമാക്കി മാറി. പക്ഷെ മോശ അതുകൊണ്ടൊന്നും തൃപ്തി അടഞ്ഞില്ല. ഓക്കെ കർത്താവേ, മതി, ഇത് മതി, ഇതും മതി, ഞാൻ ഇതാ പ്രതീക്ഷിച്ചിരുന്നേ, ഞാൻ പോവാ. മോശ അങ്ങനെ പറഞ്ഞോ? ഇല്ല. മോശ അപ്പോഴും വീണ്ടും അത്രയും പ്രതീക്ഷയില്ലാതെ വീണ്ടും കർത്താവിനോട്, കർത്താവ് നീ എന്നെ തന്നെയാണോ? നിനക്ക് ആള് മാറിപ്പോയോ? കാര്യം പേര് മോശ എന്നൊക്കെയാ. നീ എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചേ? അത് വേറെ ആരെങ്കിലും ഉണ്ടോ? നീ ഒന്ന് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ കർത്താവിൻ്റെ അടുത്ത്. മോശ വീണ്ടും പറയുക വേറെ ആരെങ്കിലും നോക്കാൻ. കർത്താവ് പറഞ്ഞു, എന്നാ അടുത്ത കാര്യം നീ ചെയ്യും. നീ എന്താ? നിന്റെ കൈയൊന്ന് നിന്റെ മാറിടത്തിൽ നോക്കി. അത് തിരിച്ചെടുക്കുമ്പോൾ അതെന്തായി? അത് കുഷ്ഠം പ്രാപിച്ച അല്ലെങ്കിൽ ഒരു രോഗം പ്രാപിച്ച അവസ്ഥയിലേക്ക് കൈമാറി. മോശ പെട്ടെന്ന് ഭയന്നു. മോശയോട് പറഞ്ഞു, മോശ നീ ഭയപ്പെടണം, നീ എന്ത് ചെയ്യുക? നിന്റെ കൈ വീണ്ടും മാറിടത്തിൽ ചേർക്കുക. അത് വീണ്ടും പഴയ രൂപത്തിൽ വന്നു. വീണ്ടും അവന്റെ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? അവന്റെ രോഗാവസ്ഥയെ, അവന്റെ ആരോഗ്യമില്ലാത്ത അവസ്ഥയെ, അവന്റെ ശരീരം നശിച്ചു പോകുന്ന അവസ്ഥ, അല്ലെ? അതല്ലേ കുഷ്ഠം കാണിക്കുന്നത്? ശരീരം നശിച്ചു പോകുന്ന അവസ്ഥ. എനിക്ക് പ്രായമായി. നിന്റെ ശരീരത്തിന്റെ ആ ദുർബലമായ അവസ്ഥയെ മോശെ, നീ വിചാരിക്കുന്ന ഈ 80-ാം വയസ്സിൽ നിനക്കൊന്നും കഴിയത്തില്ല, നീ ദുർബലനായി, നീ ആരോഗ്യം കുറഞ്ഞവനായി. പക്ഷേ ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. നിന്റെ ശരീരത്തിന്റെ ബലഹീനതയും മാറ്റാൻ കഴിവുള്ളവനാണ് ആര്? ദൈവമെന്ന് നീ തിരിച്ചറിയണം എന്നുള്ളൊരു സാക്ഷ്യമാണ് മോശയ്ക്ക് വീണ്ടും കൊടുക്കുന്നത്. നിന്റെ 1-ാമത്തെ സാക്ഷ്യം ഫറവോ സ്വീകരിച്ചില്ലെങ്കിൽ 2-ാമത്തെ സാക്ഷ്യം ഫറവോ എന്ത് ചെയ്യും? സ്വീകരിക്കും. മോശ അതുകൊണ്ട് തൃപ്തനായോ? ഇല്ല. മോശ വീണ്ടും കർത്താവിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, മടിച്ച് ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞ് നിൽക്കുക. ഇങ്ങനെ ചൊറിഞ്ഞ് നിൽക്കുന്ന മോശയോട് കർത്താവ് വീണ്ടും പറയാം, മോശ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ 2-ാമത്തെ സാക്ഷ്യവും ഈ ഫറവോ അല്ലെങ്കിൽ ജനത സ്വീകരിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നിനക്ക് 3-ാമതൊരു സാക്ഷ്യം തരാം. ജലം എടുത്ത് നീ മുകളിലോട്ട് ഒഴിക്കണം. ആ ജലം എന്തായിട്ട് മാറും? രക്തമായിട്ട് മാറും. അപ്പോൾ നിന്നെ അവർ സ്വീകരിക്കും. ആ സ്വീകരണമാണ് ദൈവം നിനക്ക് നൽകുന്നത് എന്ന് നീ വിശ്വസിച്ചോ, നീ ധൈര്യമായിട്ട് പോയിക്കോ. അതുകൊണ്ട് മോശ ഓക്കെ ആയോ? അതുകൊണ്ട് മോശ ഓക്കെ ആവുന്നില്ല. മോശ അപ്പോഴും സ്റ്റക്കാ. മോശ അപ്പോഴും മുന്നോട്ട് പോകുന്നില്ല. 3 പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. 3 പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോഴും മോശ പറഞ്ഞു, നോ, ഞാനില്ല, എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, കാര്യമായ കഴിവൊന്നും എനിക്കില്ല, അതുകൊണ്ട് നീ വേറെ ആരെങ്കിലും നോക്ക്, ഞാൻ അത്ര ഓക്കെ അല്ല എന്നൊരു ചിന്തയാണ് മോശ വീണ്ടും ദൈവത്തിന് മുമ്പിൽ വെക്കുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം 3 അത്ഭുതം ചെയ്ത് കാണിച്ചു കൊടുത്തു, 3 അടയാളം കാണിച്ചു കൊടുത്തു. പക്ഷെ 3 അടയാളവും മോശയ്ക്ക് കാര്യമായിട്ട് ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല, ഒരു വ്യത്യാസം ഉണ്ടാക്കിയില്ല. നമ്മൾ ഈ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെ വാക്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം. ഈ പറയുന്ന 3
അത്ഭുതങ്ങൾ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങൾ. ഇനി 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇത്രയും കാര്യങ്ങൾ മോശയ്ക്ക് പറഞ്ഞും ചെയ്തും കൊടുത്തു കഴിഞ്ഞിട്ട് മോശയുടെ ചിന്ത എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. 10-ാം വാക്യം ഒന്ന് വായിച്ചേ. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുരിയുള്ളവനായിരുന്നില്ല. അങ്ങ് ഈ ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ. മോശ ഇവിടെ വെക്കുന്ന വാദം ഏറ്റവും ശക്തമായിട്ടൊരു വാദമാണ്. കർത്താവ്, നീ കുറേ കഷ്ടപ്പെട്ടു, 3 അത്ഭുതം നീ ചെയ്തു, ഇതിനൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല. നീ ഒരൊറ്റ അത്ഭുതം ചെയ്താൽ ഞാൻ പോയേനെ. നീ അത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ തന്നെ ഇപ്പോഴിരിക്കുന്നത്. ഇതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഒന്നുകൂടി വായിച്ചോ, അപകൃത്യോ ക്ലിയർ ആവും. മോശ കർത്താവിനോട് പറഞ്ഞു, നീ 3 അത്ഭുതം കാണിച്ചു, 3 അടയാളം നീ കാണിച്ചു, പക്ഷെ എനിക്ക് ആഗ്രഹമുള്ള എൻ്റെ ഹൃദയത്തിലുള്ള ഒരു അത്ഭുതമുണ്ട്. ആ അത്ഭുതം ഇന്ന് വരെ വന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാണ്? സംസാര പാഠവുമില്ലാത്തവനാണ്, നാവിന് തടിപ്പുള്ളവനാണ്, വിക്കുള്ളവനാണ്. എനിക്ക് സംസാരിക്കാൻ ഒരു പ്രതിസന്ധിയുണ്ട്, ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്. നിന്നോട് സംസാരിക്കുന്നതിന് മുൻപും ഇപ്പോഴും സ്റ്റിൽ ഇതങ്ങനെ തന്നെയാ, ഒരു ചേഞ്ചുമില്ല. നീ കഷ്ടപ്പെട്ടതിനാ. നീ 3 അത്ഭുതം ഒന്നും കാണിക്കണ്ട, വടിയൊന്നും പാമ്പാക്കണ്ട, എൻ്റെ ഈ വിക്കൊന്ന് മാറ്റി തന്നാൽ മതി, ഞാൻ പോയിക്കോളാം. അല്ലെ, അതല്ലേ മോശ കർത്താവിനോട് ചോദിക്കുന്നത്. ഇനി ആ വാക്യം ഒന്നുകൂടി വായിച്ചോ, അത് ക്ലിയർ ആവും. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുരിയുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ. അതായത് നീ സംസാരിച്ച് തുടങ്ങുമ്പോഴും അതിന് മുൻപും അതിന് പിൻപും എങ്ങനെയാ? ഈ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. എടാ ദൈവമേ, നീ ഇതൊന്നും ചെയ്തു തന്നാൽ ഞാൻ പോകത്തില്ലേ? അല്ല, അതല്ലേ ചെയ്യേണ്ടത്? നമ്മുടെ ചോദ്യം തന്നെയല്ലേ? അല്ലേ? ഞാൻ ഇങ്ങനെ കൈ അങ്ങോട്ട് വീശുമ്പോൾ ഒരു 10 പേരങ്ങോട്ട് താഴെ ഈ ഉരുണ്ട് വരണ്ട് വീഴാണെങ്കിൽ ഞാൻ പിറ്റേ ദിവസം സുവിശേഷം വല്ല ഒരുങ്ങിക്കോളാം. അല്ലേ? ഞാനിങ്ങനെ കൈ വീശുമ്പോൾ ഒരു 10 രൂപ താഴെ വീഴാണെങ്കിൽ പിന്നെ നാളത്തെ റെയ്നാട് പോകെയാണ് ഞാൻ. അല്ലേ? കർത്താവിനോട് നമ്മൾ പറയുന്ന കാര്യം അതാണ്. ഞാൻ സുവിശേഷം വിളിക്ക് ഇറങ്ങാം, ഇതുപോലെ അല്ല. വേണ്ട, ഇങ്ങനെ കണ്ണടച്ചിട്ട് 2 ദർശനം അങ്ങോട്ട് പറയാനുള്ളൊരു ശക്തി എൻ്റെ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങാം. ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ എവിടെ പോകാനാ? ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ അന്നും ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാനിപ്പോഴും ഒരു വരവില്ല, ഒരു കൃപാവരവും ഇല്ല, പ്രത്യേകിച്ച് ഒരു ശക്തിയുമില്ല. ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒന്നും കാണുന്നില്ല. ഞാൻ ആരാ പോവാൻ? ഞാൻ ആരാ സുവിശേഷം പറയാൻ? എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസവും ഇല്ല. ഈ ബൈബിൾ ഇപ്പോഴും ഞാൻ വായിച്ചു നോക്കിയിട്ട് എനിക്ക് കാര്യമായിട്ട് മനസ്സിലാവുന്നില്ലെന്നേ. ഇതിനകത്ത് ഇപ്പം എന്നെ കിടക്കണമെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഞാൻ എന്തിനാ ഈ പരിപാടിക്ക് പോകുന്നേ? അല്ലേ? ഇതേ ചോദ്യമല്ലേ നമ്മുടെ കർത്താവിന് മുമ്പിൽ? ഇതേ ചിന്തയല്ലേ നമ്മുടെ മുമ്പിൽ? എത്ര പേരുണ്ട് സുവിശേഷം പറയാനിവിടെ? ഒന്ന് കരം വെക്കി. ഇപ്പോൾ ഒരു സ്റ്റേജ് കിട്ടി, ഒരു മൈക്ക് കിട്ടി, ഒരു 50 പേരെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന സുവിശേഷം പറയാമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഒരാള്, 2 പേര്, 3 പേര്. ഞാൻ തള്ളി മറിച്ച ഒരു 10 രൂപ അതിന് കിട്ടുമായിരിക്കും. ഒന്നും കൂടി മോട്ടിവേഷൻ ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞ് ഒരു 3 അത്ഭുതങ്ങൾ മോശയ്ക്ക് കാണിച്ചു കൊടുത്ത പോലെ കാണിച്ചു തന്നാൽ നിങ്ങൾ ആരെങ്കിലും കരം പോകും. കർത്താവിന് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ പ്രതിസന്ധി ഇത് തന്നെയാണ്. ഞാൻ വിക്കനാണ്. കഴിഞ്ഞ 5-8 വർഷമായിട്ട് ഞാനിതൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതലൊന്നും അറിയത്തില്ല. മോശ ഇതേ കാര്യം തന്നെ കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവ്, നീ ഈ വിക്കൊന്ന് മാറ്റി തന്നാൽ ഞാൻ പോകത്തില്ലേ? ഞാൻ സംസാരിക്കത്തില്ലേ? പക്ഷെ നീ എന്ത് ചെയ്യുന്നത്? നീ ഇപ്പോഴും അതിനൊരു മാറ്റം വരുത്തുന്നത്. നിങ്ങൾ ആ വചനത്തിൻ്റെ താഴോട്ടൊന്ന് വായിച്ചേ, 11 മുതൽ വായിച്ചേ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ? ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും, നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. അതായത് നീ ഇപ്പോ വളരെ വ്യക്തമായി സംസാരിച്ച് കഴിഞ്ഞിട്ടേ പോകുന്നു തീരുമാനിച്ചാൽ നടക്കത്തില്ല. അങ്ങനെ ഒരു പോക്ക് നിനക്ക് ഉണ്ടാകത്തില്ല. എടാ, സംസാരിക്കാൻ പാഠവം നൽകുന്നതും ശക്തി നൽകുന്നതും സകലതും ഞാനല്ലേ? നീ പോയിക്കോ, ഞാനത് ചെയ്യും. നിന്റെ അതരത്തിലൂടെ ഞാൻ സംസാരിക്കും, നിന്നിലൂടെ ഞാൻ സംസാരിക്കും, നീ ധൈര്യമായിട്ട് പോയിക്കോ. മോശ അപ്പോഴും ധൈര്യമൊന്നുമില്ല, അല്ലേ? മോശയോട് പറഞ്ഞു, നീ കുഴപ്പമില്ല, ഇനി അടുത്ത സ്റ്റെപ്പ് നിനക്ക് അഹറോനെ കൂട്ടി നൽകാം, ഓക്കെ, നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ ഈ ധൈര്യമില്ലാത്ത മോശ പിന്നീട് കാണുന്നതിൻ്റെ 18-ാം വാക്യം മുതൽ നമ്മൾ കാണുമ്പോൾ മോശയുടെ പ്രവൃത്തി തലം വളരെ വ്യക്തമായി വ്യത്യാസപ്പെട്ടു. മോശയുടെ പ്രവൃത്തി തലം വളരെ വ്യക്തമായി വ്യത്യാസപ്പെട്ടു. 18-ാം അധ്യായത്തിന് 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. അഹറോൻ കൂടെ വന്നിട്ടില്ല, അവൻ്റെ വിക്ക് മാറിയിട്ടില്ല, ഒരു കാര്യം നടന്നിട്ടില്ല. ഉറപ്പാണേ? അഹറോൻ വന്നിട്ടില്ല. അഹറോനെ തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. വിക്ക് മാറിയോ? വിക്ക് മാറിയിട്ടില്ല.
അപ്പൊ ഇവൻ ചോദിച്ച കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ദൈവം കൊടുത്തത് മാത്രമേ അവന്റെ കയ്യിലുള്ളൂ. ദൈവം കൊടുത്ത സാക്ഷ്യങ്ങൾ, അവന്റെ വടി പാമ്പായതും കൈ ഇവിടെ വെച്ചിട്ട് ആ സംഭവം മാത്രമേ അവന്റെ കയ്യിലുള്ളൂ, വേറെ ഒന്നുമില്ല. ഉറപ്പാണേ. 18-ാം വാക്യം വായിച്ചോ. 4:18. മോശ അമ്മായിയപ്പനായ ജത്രോയുടെ അടുക്കൽ തിരികെ ചെന്ന് പറഞ്ഞു, ഈജിപ്തിലുള്ള എൻ്റെ സഹോദരർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുന്നതിന് അങ്ങോട്ട് മടങ്ങിപ്പോകാൻ എന്നെ അനുവദിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, അഹറോൻ വന്നിട്ടില്ല, വിക്ക് മാറിയിട്ടില്ല, ഒരു പ്രതിസന്ധി മാറിയിട്ടില്ല. സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെ റൺ ചെയ്യുന്നു, ഒരു മാറ്റവും ഇല്ല. പക്ഷേ മോശ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം എന്താ? തൻ്റെ അമ്മായിയപ്പനായ ജത്രോയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഈജിപ്തിലുള്ള എൻ്റെ സഹോദരങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. അവൻ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുക. മോശ തൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുക. തിരിച്ച് കർത്താവിൻ്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ച്, ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ കർത്താവ് ഒരു തിരിച്ചൊരു മറുപടി പറയുക. ആ മറുപടിയാണ് നമ്മൾ വായിക്കുന്നത്. വായിക്കാം. മിദിയാനിൽ വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് മടങ്ങി പോവുക, നിന്നെ കൊല്ലാൻ കാത്തിരിക്കുന്നവർ മരിച്ചു കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴും ഉയർച്ചയില്ലാത്ത ചില ആളുകൾ ഈ കൂട്ടത്തിലില്ലേ? നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ ധ്യാനത്തിന് വന്നപ്പോൾ ആദ്യം ചോദിച്ച വിഷയം ഇപ്പോഴും നടക്കാത്ത ആളുകൾ ഇതിനകത്തുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന പലരും ഉണ്ട്. അതിൽ നിങ്ങൾ ചോദിച്ച ആദ്യത്തെ വിഷയം എന്ത് ചെയ്തിട്ടില്ല? ഇപ്പോഴും നടന്നിട്ടില്ല. ബാക്കി 100 കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്, വേറെ 100 കാര്യം നടന്നിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ വിഷയം ഇന്ന് വരെ നടന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ആദ്യം എടുത്ത തീരുമാനത്തിന് ഇന്ന് വരെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടില്ല. നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് ഇന്ന് വരെ വെച്ചിട്ടില്ലെങ്കിൽ ആദ്യത്തെ കാര്യം ഇങ്ങോട്ട് നടക്കാനും പോകുന്നില്ല. കർത്താവ് മോശയ്ക്ക് ചെയ്തു കൊടുത്ത ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ചെയ്തു കൊടുത്തൊരു കാര്യമുണ്ട്. അതാണ് നമ്മൾ വായിച്ചത്. മിദ്യാനിൽ വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് മടങ്ങി പോവുക, നിന്നെ കൊല്ലാൻ കാത്തിരിക്കുന്നവർ മരിച്ചു കഴിഞ്ഞു. മോശ എന്തിനാ 40 വർഷം മിദ്യാനിൽ കഴിഞ്ഞ്? എന്തിനു വേണ്ടിയിട്ടാ ഈജിപ്തിൽ നിന്ന് ഓടിപ്പോന്നെ? എന്നെ കൊല്ലാൻ ഒരുത്തൻ അവിടെയുണ്ട്, എന്റെ ശത്രു അവിടെയുണ്ട്. എവിടെ? ഈജിപ്തിലെ ഫറവോ എന്നെ എന്ത് ചെയ്യും? എന്നെ കിട്ടിക്കഴിഞ്ഞാൽ തുണ്ടം തുണ്ടമായി വെട്ട് ഉപ്പിലിടുന്ന ആർക്കറിയാം? മോശയ്ക്ക് അറിയാം. ഇതറിയാവുന്ന മോശയല്ലേ ഇവിടെ നിൽക്കുന്നത്? ആണോ? അല്ലേ? മോശ കർത്താവിനെ വെളിപ്പെട്ടു, മലയുടെ മുകളിൽ വെച്ച് വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ഇപ്പോഴൊന്നും കർത്താവ് അപ്പുറമുള്ള ഫറവോനെ തട്ടിയ കേസൊന്നും ദൈവം പറയുന്നുണ്ടോ? ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തുന്നുണ്ടോ? മോശ ധൈര്യവാനല്ലാതെ ചില പ്രതിസന്ധികൾ, ചില എക്സ്ക്യൂസുകൾ ദൈവത്തോട് പറഞ്ഞു. ഈ എക്സ്ക്യൂസ് പറഞ്ഞപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഇവന് ചിലപ്പോൾ പേടിയായിരിക്കും, അങ്ങോട്ട് തിരിച്ചു ചെന്നാൽ ജീവൻ പോകുന്നു. അന്നോ ദൈവത്തിന് വേണമെങ്കിൽ പറഞ്ഞേക്കാം മോശയോട്, മോശേ നീ പേടിക്കണ്ട, നീ പേടിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്തു? തകർത്തു, നീ ധൈര്യമായിട്ട് പോയിക്കോ. ദൈവം പറഞ്ഞോ? ഇല്ല. ഈ പറഞ്ഞ സമയത്തൊന്നും ദൈവം അത് പറഞ്ഞിട്ടില്ല. പകരം അവൻ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവന്റെ ശത്രുവിനെ തകർത്ത്, അവന്റെ ശത്രുവിന്റെ മരണത്തെ മോശയുടെ മുൻപിൽ വെളിപ്പെടുത്തി. മോശേ, നീ ഭയപ്പെടണ്ട, നീ ഭയപ്പെട്ടിരുന്ന നിന്റെ ശത്രുവിനെ ഞാൻ തകർത്തു. ഇനി അവൻ അവിടെ ഇല്ല. പകരം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പുതിയ ഭരണാധികാരി അവിടെ ഉള്ളത്. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. മോശെ, നീ ഇറങ്ങിക്കോ. കാരണം ഞാൻ പറഞ്ഞത് ശ്രമിച്ച് നീ നിന്റെ ആദ്യ സ്റ്റെപ്പ് വെച്ചു. ദൈവം നിനക്ക് വേണ്ടി നിന്റെ ശത്രുവിനെ തകർക്കാൻ ദൈവം ഇതാ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് പറയട്ടെ, നിങ്ങളുടെ ആദ്യത്തെ പ്രാർത്ഥന നടന്നിട്ടില്ലെങ്കിൽ ഇന്നും പിശാച് അതിൻ്റെ മേൽ കരം വെച്ചിരിക്കുക. ഇന്നും പിശാച് ആ കെട്ടിന്റെ മേൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. നീ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചോ. കർത്താവ് പറയും, ദൈവം നിന്നോട് സംസാരിക്കും, മകനെ മകളെ, നിന്റെ മേലുള്ള ആ കെട്ടിനെ ഞാനിതാ പൊട്ടിക്കാൻ പോവുക. അത് നീ പൊട്ടിച്ചു കഴിഞ്ഞു എന്ന് ദൈവം സാക്ഷ്യം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുന്നത് വരെ ദൈവം അത് വെളിപ്പെടുത്തിയിട്ടില്ല. ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചപ്പോ ദൈവം വെളിപ്പെടുത്തി. നീ അറിഞ്ഞ ദൈവത്തെ കൊടുക്കാൻ നീ തയ്യാറാകുമ്പോ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നിങ്ങൾ ഈ വചനം ഇനി താഴോട്ട് വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വയ്ക്കുക. അതായത് ആദ്യം ദൈവം, പിന്നെ മോശ, പിന്നെ ദൈവം, പിന്നെ മോശ, പിന്നെ ദൈവം, പിന്നെ മോശ. ഒരു കോൺവെർസേഷൻ നടക്കുന്നത്. വായിച്ചോ? നമ്മൾ വായിച്ചു 18-ാമത്തെ വാക്യം മോശ ജത്രോന്റെ അടുത്ത് സംസാരിച്ചത്. 19-ാമത്തെ വാക്യം ദൈവം മോശയോട് സംസാരിച്ചത്. 20-ാം വാക്യം വായിച്ചു. മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു. അവൻ ദൈവത്തിന്റെ വടിയും കയ്യിലെടുത്തു. അപ്പൊ മോശയുടെ അടുത്ത പ്രവൃത്തി, അവന്റെ 2ാമത്തെ സ്റ്റെപ്പ് വെച്ചു. എന്താ വെച്ചത്? മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി. ആദ്യം അമ്മാപ്പനോട് പെർമിഷൻ ചോദിച്ചു. അടുത്ത സ്റ്റെപ്പ് ദൈവം അവനോട് വെളിപ്പെടുത്തി. എടാ, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അവന് കോൺഫിഡൻറ്റ് കൂടി. അവൻ അടുത്ത സ്റ്റെപ്പ് വെച്ചു. മക്കളെ കയറ്റി, പോകാം. കർത്താവിന് വേണ്ടി, അവന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള അവന്റെ 2ാമത്തെ സ്റ്റെപ്പ് വെച്ചു. 21-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് മടങ്ങുകയാണ്. അവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക്
വശമാക്കി തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ ഫറവോയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കണം. ദൈവം വീണ്ടും അടിവരയിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ മലമുകളിൽ വെച്ച് കാണിച്ച അത്ഭുതം നിന്റെ കരങ്ങളിലൂടെ ഞാൻ പ്രവർത്തിക്കും. ധൈര്യമായിട്ട് പോയിക്കോ, നീ ഒന്നിനെ കുറിച്ച് ഭയപ്പെടണ്ട. നീ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചിരിക്കുക. ഞാൻ അതിന്റെ അടിയിൽ അടിവരയിട്ട് ഞാനാണ് കർത്താവ്, നിന്റെ കരങ്ങളിലൂടെ ഞാൻ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ദൈവം വീണ്ടും അവന്റെ മുൻപിൽ അരുളി ചെയ്യുക. ഹല്ലേലൂയ. എന്നാൽ ഞാൻ അവനെ കഠിന ചിത്തനാക്കും, അവൻ ജനത്തെ വിട്ടയക്കുകയില്ല. അതായത് ഇത്രയും കോൺഫിഡൻറ്റോടുകൂടി മോശ ഇറങ്ങി പോകാൻ തീരുമാനിച്ചു. നമ്മളൊരാളോട് സുവിശേഷം പറഞ്ഞു, യേശുവിനെ കുറിച്ച് പറഞ്ഞു, അവൻ മറുതലിച്ചു, അവൻ 4 തെറി വിളിച്ചു, അവൻ അങ്ങോട്ട് പോയി. നമ്മൾ അടുത്ത ആളോട് പറഞ്ഞു, അവനും കേട്ടില്ല, അവൻ അടുത്ത വഴിക്ക് പോയി. മൂന്നാമതൊരുവനോട് പറഞ്ഞു, അവനും കേട്ടില്ല. നാലാമതൊരുത്തനോട് പറഞ്ഞു, അവനും കേട്ടില്ല. അങ്ങനെ ഒരു 9 പേരോട് പറഞ്ഞു. സ്വാഭാവികമായി നമ്മുടെ മനസ്സ് മടുക്കും. ശരിയല്ലേ? നമ്മുടെ മനസ്സ് മടുക്കും. കർത്താവ് ഇതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നീ വെറുതെ വിളിച്ചാൽ ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് ഇതൊരു ജാതി പരിപാടി ആയിപ്പോയി. ഞാൻ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, അത് 9 തന്നെ വിളിച്ചു. ഒരെണ്ണം പോലും എന്ത് ചെയ്തിട്ടില്ല, എൻ്റെ കൂടെ വന്നിട്ടില്ല. പിന്നെ ഞാൻ എന്ത് സുവിശേഷം പറയാനാ? ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്ത് പറയാനാ? എനിക്ക് നമ്മളെ വിട്ടേക്ക് അല്ലേ? സ്വാഭാവികമായിട്ട് ഇത് സംഭവിക്കും. കർത്താവ് മോശയോട് പറയാം, മോശേ നീ ഇപ്പം ചെന്ന് ഫറവോയുടെ അടുത്ത് പറയുമ്പോൾ തന്നെ ഫറവോ ജനത്തെ വിടുവിക്കുന്നു നീ വിചാരിക്കരുത്. നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞത് അതാ, നീ അങ്ങോട്ട് ചെന്നാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. അവൻ തൻ്റെ ജനത്തെ വിടുവിക്കുമെന്നാണ്. പക്ഷേ 1ഉം 2ഉം പ്രാവശ്യമൊന്നുമല്ല, ഞാൻ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടേയിരിക്കും. നീ പറഞ്ഞുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും ഞാൻ കഠിനമാക്കും. പിന്നെയും അവൻ്റെ ഹൃദയം കഠിനമാകും. 10 മഹാമാരി ഞാൻ അയക്കും. പക്ഷെ ഇതുകൊണ്ടൊന്നും അവർ പഠിക്കും നീ വിചാരിക്കരുത്. 10ാമത്തെ മഹാമാരി കഴിയാതെ ഒരനക്കം ഉണ്ടാവില്ല. അതുകൊണ്ട് മോശേ നീ ഭയപ്പെടരുത്, നീ പ്രതികൂലമായി നിൽക്കരുത്, നീ വിചാരിക്കരുത് ദൈവം എന്നോട് പ്രവർത്തിക്കുന്നില്ലയോ എന്ന് നീ സംശയിച്ച് നിൽക്കരുത്, നിന്റെ മനസ്സ് മടുക്കരുത്. നീ വീണ്ടും വീണ്ടും ശക്തിപ്പെടണമെന്നൊരു വെളിപ്പാട് ദൈവം വീണ്ടും കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതിനു മുമ്പ് കർത്താവ് പറഞ്ഞു, അത് നീ ഇറങ്ങി തിരിച്ച് കഴിഞ്ഞിട്ട് 2ാമത്തെ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞിട്ടേ കർത്താവ് അതിനോട് പറഞ്ഞോളൂ. നീ ഫറവോയോട് പറയണം, കർത്താവ് പറയുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദ്യജാതൻ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എന്നെ ആരാധിക്കുവാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക. ആ 2 വാക്യങ്ങൾ നിങ്ങൾ ഒരു വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് ആദ്യത്തെ വാക്ക് അവിടെ 2 പേഴ്സൺസ് ആണുള്ളത്. ആരൊക്കെയാണുള്ളത്? കർത്താവും മോശയുമാണുള്ളത് അല്ലേ? കർത്താവുമുണ്ട്, മോശയുമുണ്ട്. ആദ്യത്തെ വാക്ക് ശ്രദ്ധിച്ച്, നീ ഫറവോയോട് പറയണം, കർത്താവ് പറയുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദ്യജാതൻ. അത് 1ാമത്തെ വാക്യം അങ്ങനെ കിടക്കുന്നത്. 1ാമത്തെ വാക്യം അങ്ങനെ കിടക്കുന്നത്. ഇനി അടുത്ത വാക്യം ശ്രദ്ധിച്ച് 23ാമത്തെ വാക്യം, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക. നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ ഞാൻ വധിക്കും. ആ വാക്കിനൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ല എനിക്കറിയാം. റിജോ ബ്രദർ ഒന്ന് പറയാമോ? അത് ഞാൻ റിജോ ബ്രദറിനോട് സംസാരിക്കുകയാണ്. അതാണ് 1ാമത്തെ വാക്യം. വെറുതെ നിങ്ങൾ വിചാരിക്കുക ഞാൻ കർത്താവും ഇദ്ദേഹം മോശയാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ റിജോ ബ്രദറിനോട് പറഞ്ഞു, നീ ഫറവോയോട് പറയണം, കർത്താവ് പറയുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദ്യജാതൻ. ഇനി 2ാമത്തെ വാക്യം പറയുമ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ വീണ്ടും ഒരു വാക്യം കൂടി പറയണം. ഏത്? നീ വീണ്ടും അവനോട് പറയണം, ദൈവം ഇങ്ങനെ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു, കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നല്ലേ പറയണ്ടേ? അല്ലേ? നിങ്ങൾ 23ാം വാക്യം വായിച്ച്, ഞാനെന്നാണോ കർത്താവ് എന്നാണോ നടക്കുന്നത്? ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. അതായത് ഒറ്റ നിമിഷം കൊണ്ട് മോശയെ എന്താക്കി മാറ്റി? ദൈവം പ്രവാചകനാക്കി മാറ്റി. അതായത് അവന്റെ നാവിനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അവന്റെ നാവിൽ നിന്നും അധികാരത്തിന്റെ വാക്കാ വരുന്നത്. അതുവരെ മോശ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആരെക്കുറിച്ചാണ്? അവൻ കണ്ട ദൈവത്തെക്കുറിച്ചാണ്. പക്ഷെ പിന്നെ അധികാരത്തിന്റെ രീതി വരികയാണ്. ഞാനിത് ഒന്നുകൂടി പറഞ്ഞ് ക്ലിയർ ചെയ്യാം. അതായത് പഴയ നിയമത്തിൽ നമ്മൾ പ്രവാചകന്മാർ സംസാരിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ പറയും, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു, അവൻ പ്രവചിക്കാൻ തുടങ്ങി, കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു തുടങ്ങും. പിന്നീട് കർത്താവ് എന്ന വാക്ക് അവർ ഉപയോഗിക്കില്ല, ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ ശാസിക്കും. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദാവീദ് പാപം ചെയ്തു, ദാവീദിന് മുമ്പിൽ വന്ന് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു എന്ന് തുടങ്ങിയിട്ട് താഴോട്ട് പിന്നെ പ്രവാചകൻ ഞാൻ നിന്നോട് പറയുന്നു എന്നായിരിക്കും പറയുന്നത്. കാരണം കർത്താവിൻ്റെ ആത്മാവ് ഇനി ആരുടെ മേലെ നിൽക്കുന്നത്? ഈ പ്രവാചകന്റെ മേലെ നിൽക്കുന്നത്. പിന്നെ പ്രവാചകനല്ല സംസാരിക്കുന്നത്. ആരാ സംസാരിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവാണ് ആരിലൂടെ സംസാരിക്കുന്നത്? പ്രവാചകനിലൂടെ സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 80ാം വയസ്സിൽ ഈ പ്രതിസന്ധികൾ നിൽക്കുമ്പോഴൊന്നും ഈ വിക്കന്റെ ആധാരത്തിലൂടെ ദൈവം സംസാരിച്ചിട്ടില്ല. ശരിയല്ലേ?
പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് 2 പ്രവൃത്തി അവന്റെ കരങ്ങളിലൂടെ ചെയ്തു. അവൻ അമ്മായപ്പനോട് പറഞ്ഞു, ഞാൻ പോകാണെന്ന് പറഞ്ഞു. അവൻ മക്കളെയും ഭാര്യയെയും കയറ്റിയിട്ട് അവൻ കഴുതപ്പുറത്ത് ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ദൈവം അവന്റെ അതരത്തിലൂടെ സംസാരിക്കുന്ന കാര്യമാണ് പിന്നെ പറയുന്നത്. മോശ കർത്താവിന് വേണ്ടി ഒരു കാലെടുത്തു വെച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ, 2-ാം വാക്യം, ഞാൻ അതാ പറഞ്ഞു. 1-ാമത്തെ വാക്യം, നീ ഫറവോയോട് പറയണമെന്ന് പറഞ്ഞ് അവൻ പറയുന്ന ആജ്ഞ പറഞ്ഞു കഴിഞ്ഞ് അതിന്റെ 23-ാം വാക്യം, ഞാൻ നിന്നോട് പറയുന്നു. പിന്നെ മോശയോടെ പറയുന്നത്. പക്ഷെ മോശയുടെ അതരത്തിൽ ആരായിരിക്കുന്നേ? ദൈവത്തിന്റെ ആത്മാവ്. നിങ്ങൾ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോഴും മുൻപും പിൻപും എൻ്റെ അതരത്തിൽ എന്തുണ്ട്? തടിപ്പുണ്ട്, സംസാരിക്കാൻ പാടമില്ല, ഇതില്ല എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്റെ നാവിനെ ഉപയോഗിക്കും, ഞാൻ നിന്റെ നാവിൽ നിന്നും ഞാൻ സംസാരിക്കും, കാരണം അതെൻ്റെ അവകാശമാണ്. ഞാനല്ല ദൈവം, ഞാനല്ല അതിന് കൃപ നൽകുന്നത്. ഇത് ചോദിച്ച ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങുക? അവൻ്റെ അതരത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങുക. അതാണ് ഞാൻ നിന്നോട് പറയുന്നു ഫറവോ, നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വ്യക്തമായിട്ട് കർത്താവ് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. നിങ്ങൾ ശ്രദ്ധിച്ച്, 40-ാം വയസ്സിൽ ഇറങ്ങി തിരിച്ചവനാ മോശ. ഈ ജനത്തെ എൻ്റെ അതരത്തിലൂടെ, എൻ്റെ കരത്തിലൂടെ വിടുവിക്കുമെന്നൊരു പ്രത്യാശയായിട്ട്, ഒരു പ്രതീക്ഷയായിട്ട്. പക്ഷെ ഒരു അനക്കം ഉണ്ടായില്ല, ഒരു കാര്യം ഉണ്ടായില്ല. ഈ മോശയുടെ സംശയം എന്തിനെ പ്രതിയായിരുന്നു? ആര് തങ്ങളെ സ്വീകരിക്കത്തില്ല എന്നായിരുന്നു മോശയുടെ പ്രതിസന്ധി? ഫറവോയാണോ? ഫറവോയിനെ കുറിച്ചല്ല മോശയുടെ പ്രതിസന്ധി, നമ്മളെ പോലെ തന്നെയാണ്. കാരണം നീ പോയി ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ ഇവിടുത്തെ സഭാ നേതാക്കന്മാരുടെ മുമ്പിൽ പോയി പറയും, അവർ സ്വീകരിക്കില്ല എന്നല്ല നമ്മുടെ പ്രതിസന്ധി. നമ്മുടെ സഹോദരങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമ്മുടെ ടെൻഷൻ ആണോ അല്ലേ? നമ്മുടെ സ്വന്തം ഭവനത്തിൽ പറയാനല്ലേ നമുക്ക് ഭയം, സ്വന്തം കുടുംബത്തിന് സുവിശേഷം കൊടുക്കാനല്ലേ നമുക്ക് ഇപ്പോഴും പേടി. എത്ര പേര് പ്രാർത്ഥന കഴിഞ്ഞ്, സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ എടുത്ത് വെച്ചിട്ട് ബൈബിളിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു വചനം ചർച്ച ചെയ്യാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഇവിടെ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ചിലപ്പോൾ കൂട്ടുകാരോട് നമ്മൾ പറയും, പക്ഷെ സ്വന്തം ഭവനത്തിൽ എന്നെ സ്വീകരിക്കത്തില്ല എന്നൊരു ബോധ്യമാണ് നമ്മുടെ. എന്നെ ഒന്നും സ്വീകരിക്കത്തില്ലെന്നേ, ഒരു പ്രവാചകനായിട്ടോ. മോശയുടെ പ്രതിസന്ധി ഇത് തന്നെയായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ എന്നെ സ്വീകരിക്കത്തില്ല, കാരണം 40 വർഷം മുൻപ് ഞാൻ അവരുടെ മധ്യം നിന്ന് അവരുടെ മധ്യസ്ഥനാകാമെന്ന് ശ്രമിച്ചതാ. അവന്മാരെന്നെ തള്ളിക്കളഞ്ഞു. അവർ ചോദിച്ചു, ഞങ്ങളുടെ ഉടയവനായി അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാവായി, ഞങ്ങളുടെ മേലാളനായി നിന്നെ നിയമിച്ചത് ആരാ? ഈ ചോദ്യം അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിലൊരു മുറിവ് കൊടുത്തേ. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇതേ മുറിവ് തന്നെയാണ്, പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ മുറിവുകളാണ്. ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പത്തിൽ, നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ, നമ്മൾ ആദ്യമായിട്ട് സുവിശേഷം പറഞ്ഞപ്പോൾ, ആദ്യമായിട്ട് എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയപ്പോൾ, എവിടെയെങ്കിലും കയറി ഇന്ന് എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയ ചില മുറിവുകളുണ്ടല്ലോ. ഈ മുറിവാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ഈ മുറിവ് ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ ക്രിസ്തുവിന് വേണ്ടി വന്ന് സംസാരിച്ചു തുടങ്ങുമ്പോൾ എന്ത് മാറും? ഈ മുറിവ് മാറും. അപ്പോൾ മോശ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങി. നിങ്ങൾ നോക്കിക്കോ, ഒരു ചങ്ങലയുടെ കണ്ണി എന്ന വണ്ണമാണ് പിന്നെ സംഭവിക്കുന്നത്. മോശ ഒരു കാര്യം പറയുന്നു, ദൈവം അടുത്ത കാര്യം പറയുന്നു. മോശ ഒരു കാര്യം പറയുന്നു, ദൈവം അടുത്ത കാര്യം പറയുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് അതൊരു കൊട്ടാരം പോലെ തീർത്ത് ദൈവം എന്തു പറഞ്ഞോ അതിനേക്കാൾ ശക്തമായി ദൈവം മോശയിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ 10 മഹാമാരി മോശയുടെ കരത്തിലൂടെ നടന്നു. ജനം മോശയെ അംഗീകരിച്ചോ? ഇല്ല. ജനം ഇറങ്ങിപ്പോന്നു. ജനം മോശയെ അംഗീകരിച്ചോ ഇറങ്ങിപ്പോന്നെ? അല്ല. മോശയുടെ അടുത്ത് പിന്നെയും പിറുപിറുക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം മോശയുടെ അടുത്ത് പിറുപിറുക്കുന്നുണ്ട്? ഞങ്ങൾക്ക് അതില്ല, ഇതില്ല, അങ്ങനെയില്ല, എങ്ങനെയില്ല എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം പിറുപിറുക്കുന്നുണ്ട്? നിന്നിലൂടെ മാത്രമാണ് ദൈവം സംസാരിക്കുന്നത്. ഞങ്ങളും ശ്രേഷ്ഠരല്ലേ? വീണ്ടും മോശയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ പിറുപിറുപ്പ് ആരംഭമുള്ളതാവുന്നത് മോശയുടെ മുമ്പിൽ വന്നത്. അതായത് നീ വിചാരിക്കും സുവിശേഷ വേല ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 സ്റ്റെപ്പ് വയ്ക്കുന്ന ഒരു പ്രശ്നമുള്ളത് കഴിഞ്ഞാൽ എല്ലാം സേഫാ, ഈസിയാ. ആണോ? അല്ല. അംഗീകാരം എന്ന് പറഞ്ഞൊരു സംഭവം നിനക്ക് ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നില്ല. അങ്ങകലെ നീ മരണം വരെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നടക്കാൻ പോകുന്നുള്ളൂ. അല്ലാതെ ഈസി ആയ ഒരു പാതയിലൂടെ പോകുമെന്ന് ചിന്തിക്കുകയേ വേണ്ട. പക്ഷേ നിന്റെ കാര്യം കർത്താവ് ഏറ്റെടുക്കുമെന്നുള്ളത് സ്പഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമുക്ക് 100% ഉറപ്പിക്കാം. എനിക്കതിന്റെ ഏറ്റവും വലിയ സങ്കടം എന്നറിയാമോ? ഈ പാവപ്പെട്ട മോശ പല പ്രാവശ്യം പിന്തിരിഞ്ഞു. എത്ര പ്രാവശ്യം കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നീ വേറെ ആരെങ്കിലും നോക്ക്, നീ അത് ചെയ്തേ. അവസാനം വിശ്വസിച്ച് അവനെ ഏറ്റെടുത്തു. അവൻ ഇറങ്ങി തിരിച്ചു. അവൻ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചു, 2ാമത്തെ സ്റ്റെപ്പ് വെച്ചു, മക്കളെ കയറ്റി, ഇതെല്ലാം കയറ്റി റെഡിയായി കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഈ ഇറങ്ങി തിരിച്ചപ്പോൾ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്നു. അന്നു വരെ മോശയുടെ ഒരു കുറ്റവും ആര് കണ്ടുപിടിച്ചിട്ടില്ല? കർത്താവ് കണ്ടുപിടിച്ചിട്ടില്ല. സ്വന്തം മകൻ അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം മോശയുടെ മകന് ചെയ്തിട്ടില്ല. പരിച്ഛേദനം നടത്തിയിട്ടില്ല, അല്ലേ? പരിച്ഛേദനം നടന്നിട്ടില്ല. ദൈവത്തിന് അറിയാലോ മോശനെ വിളിക്കുമ്പോ, ഇല്ലേ?
ദൈവത്തിന് അറിയാം മോശയെ വിളിക്കുമ്പോൾ ഇവന്റെ മകൻ പരിശോധന ചെയ്തിട്ടില്ല, അതുകൊണ്ട് നേരത്തെ പരിശോധന ചെയ്യണം. ദൈവം മോശയോട് പറഞ്ഞോ? പറഞ്ഞില്ല. ഒരു വാക്കുകൊണ്ടെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. ഒറ്റ വാക്കുകൊണ്ട് ഒരു സൂചന പോലും കൊടുത്തില്ല. വേറെ പ്രവാചകനെ അയച്ചില്ല, ഒന്നും ചെയ്തില്ല. പകരം എന്ത് ചെയ്തു? സംഹാരദൂതൻ വന്ന് മുമ്പിൽ വന്നു. പക്ഷെ മോശയുടെ ഭാര്യയ്ക്ക് കാര്യം മനസ്സിലായി. അവള് തിയോളജി പഠിച്ചിട്ടാണോ? ആണോ? മോശയുടെ ഭാര്യ തിയോളജി പഠിച്ചു. ഓ, അബ്രാഹത്തിന്, നമ്മുടെ പൂർവ്വതായ അബ്രാഹമിന് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം ഈ പറയുന്ന സംഹാരദൂതൻ വന്നു നിൽക്കുന്നത് എൻ്റെ മകന് പരിച്ഛേദന കർമ്മം നിർവഹിക്കാത്തതുകൊണ്ടാണ് എന്ന് പുള്ളിക്കാരത്തി തിരിച്ചറിഞ്ഞു. ആണോ? പുള്ളിക്കാരത്തി ഒരു പഠനം നടത്തിയിട്ടില്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഒരു ബോധ്യം കൊടുത്തു. അവൾ ആദ്യം കൽക്കത്തി എടുത്ത് മകനെ പരിച്ഛേദനം ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞപ്പോ ദൈവം മുന്നോട്ട് നയിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ കുറവ് എന്താണോ, നീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോ ആ കുറവിനെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തിൽ ഇന്ന കുറവുണ്ട്, തലമുറയാണോ, എന്ത് കുറവ്, ഏത് പ്രതിസന്ധി നിന്റെ കുറവുള്ളത്, അതിനെ നികത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അതിനെ നികത്താൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. ആ ദൈവം അതാ ചെയ്യുന്നത്. മോശെ, നീ ഇറങ്ങി വന്നപ്പോ കർത്താവിന്റെ ദൈവദൂതൻ അവിടെ ഇറങ്ങി വന്നെങ്കിൽ, സംഹാരദൂതൻ അവിടെ ഇറങ്ങി വന്നെങ്കിൽ, അവന്റെ കുടുംബത്തിന്റെ സകല പ്രതിസന്ധിയെ പരിഹരിച്ച് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ കഴിവുള്ളൊരു ദൈവം അവന്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവത്തിന് അറിയാം മോശ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈജിപ്തിലെ ശക്തനായ പിശാചുകളെ ബഹിഷ്കരിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇവൻ വിശുദ്ധിയായിരിക്കണം, വിശുദ്ധിയിലായിരിക്കണം ഇവന്റെ പ്രവൃത്തി, ഇവൻ പോകുന്ന മാർഗം വിശുദ്ധനായിരിക്കണം, ഇവന്റെ കുടുംബം വിശുദ്ധനായിരിക്കണം, സകലത്തിലും സകല യോഗ്യതയും ഇവന് വേണമെന്ന് അറിയാവുന്ന ദൈവം അവന് ബോധ്യം കൊടുത്തു. ആ ദൈവത്തിന്റെ ബോധ്യമാണ് മോശയിലൂടെ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ പ്രവൃത്തിയും നിങ്ങൾ നോക്കിക്കോ. മോശയെ ജനം അംഗീകരിച്ചിട്ടൊന്നുമില്ല. മോശയുടെ മുന്നിൽ പല പ്രാവശ്യം പിറുപിറുത്തു. പക്ഷേ പിറുപിറുത്തപ്പോഴെല്ലാം ദൈവം, നീയാണ് എൻ്റെ സാക്ഷി, നീയാണ് എൻ്റെ പ്രവാചകൻ, നിന്നെയാണ് ഞാൻ നിയോഗിച്ചിരിക്കുന്നത്, നിന്നിലൂടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, നിന്റെ കരങ്ങളിലൂടെ ഞാൻ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വീണ്ടും 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 ഇസ്രായേൽ ജനത്തിന് സാക്ഷ്യം നൽകിയൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേരുന്നുണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ തയ്യാറുള്ളവർ? നീ ഒരു സ്റ്റെപ്പ് വെച്ചാ നിന്നോട് കൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഒരു സ്റ്റെപ്പ് വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ അതരത്തിലൂടെ പ്രവചനങ്ങൾ പറയുന്ന, നിന്റെ അതരത്തിലൂടെ കൃപ പ്രവർത്തിക്കുന്ന, നിന്റെ അതരത്തിലൂടെ ദൈവത്തിന്റെ ദർശനങ്ങൾ പറയുന്ന, നിന്റെ കരങ്ങളിലൂടെ രോഗശാന്തി നൽകുന്ന ഒരു കർത്താവുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, മോശ നീ നിന്റെ കരമൊന്ന് വെക്കുക. അത് പുഷ്ടമുള്ളതായി മാറിയെങ്കിൽ വീണ്ടും വെക്കുമ്പോൾ അത് മാറി. നമ്മൾ കാണുന്നുണ്ടല്ലേ? ആ സൃഷ്ടാവ് സൃഷ്ടിയുടെ രൂപത്തെ മാറ്റാൻ കഴിവുള്ളവനാണ്. ജലത്തിന്റെ പ്രത്യേകത എന്തുവാ? ജലത്തിന്റെ പ്രത്യേകത എന്തുവാ? നമ്മൾ ജലത്തിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ താന്നു പോകും, അല്ലേ? താന്നു പോകും, സ്വാഭാവികമായിട്ട് താന്നു പോകും. പക്ഷെ സൃഷ്ടാവ് ഒന്ന് ജലത്തിന്റെ മുകളിൽ നിന്നു താണോ? താന്നില്ല. ജലത്തിന്റെ മീതെ അവൻ ഈസിയായി നടക്കാൻ തുടങ്ങി. അപ്പോഴാ പത്രോസിനൊരു ചിന്ത, കർത്താവ് ഞാനും കൂടി പോരെ മോനെ, നീ പോരെ, ധൈര്യമായിട്ട് പോരെ. പത്രോസും അതിന്റെ മീതെ നടന്നു, അല്ലേ? എന്താ സംഭവിച്ചത്? ജലത്തിന് എപ്പോഴും ഒരവസ്ഥയേ ഉള്ളൂ, അതിന് മാറ്റമൊന്നുമില്ല. ഏതെങ്കിലും ജലത്തിന്റെ മീതെ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഞങ്ങള് മറ്റേ ഇവിടെ പോയിട്ടുണ്ട്, ഡെഡ് സീല്. അവിടെ നമുക്ക് വെള്ളത്തിൽ പൊങ്ങി കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ മുകളിൽ കൂടെ നടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത്രയും സാന്ദ്രതയുള്ള വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മൾ മുങ്ങി പോകത്തില്ല, അത്രേ ഉള്ളൂ. നമ്മൾ പൊന്തി കിടക്കും. ഞങ്ങളിങ്ങനെ ഹൊയ് ഹൊയ് ഒക്കെ വെച്ച് കുറെ നേരം അങ്ങോട്ട് നടന്നതാ, രസിച്ച് കളിച്ച് നടന്നതാ. പക്ഷെ മുകളിലൂടെ നടക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ കർത്താവ് നടന്നു. ജലം, അതായത് സൃഷ്ടി, അതിന്റെ സ്വഭാവത്തെ മറന്നു. സൃഷ്ടാവിന്റെ ആത്മാവ് വന്ന് നിൽക്കുമ്പോൾ സൃഷ്ടി അതിന്റെ സ്വഭാവത്തെ മറക്കുക. ഒരു രോഗിയുടെ മേൽ നീ കൈകൾ വെക്കുമ്പോൾ സൃഷ്ടി അതിന്റെ സ്വഭാവത്തെ ചിലപ്പോൾ മറക്കും. അന്ന് വരെ പ്രവർത്തിക്കാത്ത ചില വൃക്കകൾ, ചില കിഡ്നികൾ, ചില ഹൃദയങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. നിന്റെ കരത്തിലൂടെ അത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം എന്താ? ദൈവത്തോട് നീ വിശ്വസ്തനാണെങ്കിൽ ദൈവം നമ്മുടെ കരങ്ങളിലൂടെ ദൈവം അത്ഭുതം ചെയ്യും. അത് നീ പഠിച്ച തിയോളജിയുടെ ഫലമൊന്നുമല്ല, നീ പഠിച്ച വലിയ വലിയ കാര്യത്തിന്റെ ഒന്നുമല്ല. നീ ഇറങ്ങി തിരിക്കാൻ തീരുമാനിച്ച ആ തീരുമാനത്തിന്റെ മേലെ ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ ഇറങ്ങി തിരിച്ച തീരുമാനത്തിന്റെ മേല 10 മഹാമാരി അയച്ചത്. മോശ ഇറങ്ങി തിരിച്ച തീരുമാനത്തിന്റെ മേല ചെങ്കടലിനെ പിളർത്തിയത്. ജലം അതിന്റെ സ്വഭാവത്തെ മറന്നു, കടൽ അതിന്റെ സ്വഭാവത്തെ മറന്നു. 2 വലിയ ഭിത്തിയായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നു. അതിന്റെ നടുവിലൂടെ വരണ്ട ജലത്തിലൂടെ മോശ തന്റെ ജനത്തെ നയിച്ചുവെങ്കിൽ ആ കടൽ അതിന്റെ സ്വഭാവത്തെ മറന്നത് മോശ എടുത്ത തീരുമാനത്തിന്റെ മുകളിലാണ്. ചില അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ മുകളിലാണ്.
അപ്പോഴും മോശയെ ജനം അംഗീകരിച്ചിട്ടൊന്നുമില്ല. അപ്പോഴും മോശയ്ക്കെതിരെ പിറുപിറുക്കുന്ന ജനത്തെയാണ് നമ്മൾ കാണുന്നത്. ചെങ്കടലിന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ജനം പറയുന്നുണ്ട്, ഈ വെട്ടിൽ കൊണ്ടുവന്നിടാനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ നീ അത്ഭുതം പ്രവർത്തിച്ചത്? നിന്റെ കരത്തിലൂടെ 10 മഹാമാരി അയച്ചത് ഇതിനു വേണ്ടിയിട്ടാണോ? ഇതാ ഫറവോയുടെയും കടലിന്റെയും നടുവിൽ ഞങ്ങളിതാ മരിക്കാൻ പോവുകയാണ്. അപ്പോഴും മോശ ഭഗ്നാശനാകുന്നില്ല. അവൻ അപ്പോഴും പ്രത്യാശയോടെ അവന്റെ കയ്യിലെ വടിയെടുത്തു. അവന്റെ കുറവ്, അവന്റെ ബലഹീനത, അവന്റെ പ്രതിസന്ധി അതെടുത്ത് നീട്ടി കടലിൽ 2ആയി പിളർന്നു. അതിന്റെ നടുവിലൂടെ വരണ്ട സ്ഥലത്തിലൂടെ ഇതാ ദൈവജനം നടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. 12 അപ്പസ്തോലന്മാർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എന്നിട്ട് ആരുണ്ട് ശ്രേഷ്ഠനായി? ആരുണ്ട് ശ്രേഷ്ഠനായി? അത്ഭുതം പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? കഴിവുള്ള എത്ര പേരുണ്ട്? പഠനമുള്ള എത്ര പേരുണ്ട്? നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നിന്ന് പഠിച്ചവൻ ആരുണ്ട്? പൗലോസ്ലീഹയാണ് യഥാർത്ഥത്തിൽ ഫരിസേയനായിരുന്നത്, പഠനമുള്ളവൻ, ഗമാലിന്റെ കീഴിൽ പഠനമുള്ളവൻ. പക്ഷെ പൗലോസിനെ 12 പേരിൽ വിളിച്ചോ? ഇല്ല, വിളിച്ചില്ല. പൗലോസിന്റെ അവിടെ ജീവിച്ചിരിപ്പില്ലേ? പൗലോസ് അവിടെ ജീവിച്ചിരിപ്പുണ്ട്. യേശുവിന്റെ പ്രവൃത്തി കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ യേശുവിന് വേണമെങ്കിൽ പൗലോസിനെ വിളിക്കാൻ പറ്റത്തില്ലായിരുന്നോ? യേശു വിളിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. 12 ശ്രേഷ്ഠരായവരല്ലേ ആ കർത്താവ് തെരഞ്ഞെടുത്ത്? കുറവുള്ളവരെ പോലും തെരഞ്ഞെടുത്തു. വെറും സാധാരണ മീൻപിടുത്തക്കാരായ, അവിടുത്തെ സാധാരണ കാര്യങ്ങളെ കുറിച്ച് മാത്രം അറിയാവുന്ന 12 പേരിൽ നിന്ന് തുടങ്ങിയ ആ സുവിശേഷം ഇന്ന് കേരളത്തിന്റെ ഇങ്ങേയറ്റത്ത്, ഈ കേരളത്തിൽ വരെ അല്ലെങ്കിൽ ഇവിടം വരെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. യോഗ്യതയിലല്ല, കഴിവിലല്ല, കൃപയാൽ കർത്താവിനെ കുറിച്ച് പറയാൻ അവർ തീരുമാനമെടുത്തു. ആ കൃപയാൽ മുന്നോട്ട് പോകാൻ അവർ തീരുമാനമെടുത്തു. അവരുടെ കുറവുകളെ അവർ നിറവുകളാക്കി മാറ്റി കർത്താവ് അവരുടെ കരങ്ങളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. എത്ര പേര് വിശ്വസിക്കുന്നു എന്റെ കരത്തിലൂടെ അത്ഭുതം സംഭവിക്കും? എന്റെ ആദരത്തിലൂടെ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കും. എന്റെ ആദരത്തിലൂടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കും. എന്റെ കരങ്ങളിലൂടെ കർത്താവ് അത്ഭുതം ചെയ്യും. എന്റെ കരങ്ങളിലൂടെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് എത്ര പേര് പ്രതീക്ഷിക്കുന്നു? വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ പറ്റുമോ? കർത്താവേ ഞാൻ ചെയ്യും. മോശ ചെയ്തതിനേക്കാൾ അധികമായി കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ കർത്താവേ ഞാൻ ചെയ്യും. കാരണം അത് എന്റെ യോഗ്യതയല്ല, എനിക്ക് അവർ നൽകിയ കൃപയാൽ ഞാൻ അത് ചെയ്യുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഒന്ന് ഏറ്റെടുത്ത് ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഒന്ന് സ്തുതിച്ചേ, ശക്തമായിട്ട് ഒന്ന് സ്തുതിച്ചേ.